ശ്രീ എം ജി ശ്രീകുമാർ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? നമസ്കാരം. നമസ്കാരം. ഈ താങ്കൾ അടക്കമുള്ള ഗായകർ യഥാർത്ഥത്തിൽ ഈ വലിയൊരു ജനക്കൂട്ടത്തെ ഈ പാട്ടിന്റെ ആവേശത്തിലേക്ക് കൊണ്ടുവരികയും അതൊരു ലഹരിയാക്കി മാറ്റുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഇതുപോലെയുള്ള ഓൺ സ്റ്റേജ് പെർഫോമൻസ് അതിഗംഭീരമായി നടത്തുന്ന ആളുകൾക്ക് ലഹരിയുടെ പിൻബലം ആവശ്യമുണ്ടോ? ശ്രീ എം ജി ശ്രീകുമാർ, ഇപ്പോൾ വേടന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുന്നു. മറ്റേ വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 45 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല. കാരണം ഗാനമേളയാണ് എൻ്റെ അന്നം. വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. മാത്രമല്ല, എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കയറിക്കഴിഞ്ഞാൽ എൻ്റെ സംഗീതമാണ് എൻ്റെ ലഹരി. കാരണം കയറിക്കഴിഞ്ഞാൽ തീരുന്നവരെ ഞാൻ എന്താ പറയുന്നത്, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ട് കയറും. ഇന്ന് വരെയും ഈ 45 വർഷമായിട്ട് 4 ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോടുണ്ടായിരുന്നു. അതിന് വരെയും ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് കഴിക്കുകയുമില്ല. സംഗീതമാണ് എൻ്റെ ലഹരി. അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്ന് വരെ ഞാൻ കയറിയിട്ടില്ല. ഞാനെന്നല്ല, എൻ്റെ ഗുരുനാഥന്മാരായാലും ദാസേട്ടനായാലും ജയേട്ടനായാലും അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഞാൻ സമം എന്ന മ്യൂസിക് അസോസിയേഷൻ്റെ വൈസ് ചെയർമാനാണ്. ദാസേട്ടനാണ് ചെയർമാൻ. ഞങ്ങളവിടെ 120 പാട്ടുകാരുണ്ട്. അവരാരും തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടൊന്നും വേദിയിൽ കയറില്ല. കാരണം നമുക്ക് സംഗീതം എന്ന് പറയുന്നത് സരസ്വതിയാണ്. നാവിൽ സരസ്വതി വിളയാടണമെങ്കിൽ പ്രാർത്ഥന വേണം. അപ്പം നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ രീതിയിൽ വിശ്വസിച്ച് പോകുന്ന പഴമക്കാരാണ് നമ്മൾ. അപ്പോൾ ഒരിക്കലും ഈ ഒരു സംഗീതമാണ് നമ്മുടെ ലഹരി. ഇപ്പം ഞാൻ പാടുമ്പം, ഞാൻ പടകാളിയായാലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ വേൽമുരുക പാടുമ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു പവർ, അത് ജനങ്ങൾ അവിടെ നിന്ന് കൈയടിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലഹരി, അതാണ് എൻ്റെ ലഹരി. ഒരിക്കലും എല്ലാ ചെറുപ്പക്കാരോടും ഉള്ള എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്, ഒരിക്കലും ഈ ലഹരിക്ക് അടിമപ്പെടരുത്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മളൊരു വേദിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ശീലമാക്കരുത് എന്നുള്ളൊരു ചെറിയ വിനീതമായ അഡ്വൈസാണ്. അത് സ്വയം തീരുമാനിക്കുന്നതാണ് എല്ലാവരും. ഞാൻ അഡ്വൈസ് ചെയ്യാൻ ആളല്ല. ഞാനൊരു പാട്ടുകാരനാണ്. പക്ഷേ എൻ്റെ ജീവിതം ഇന്ന് വരെ ഒരു തുള്ളി ലഹരി തൊട്ടുകൊണ്ട് വിദേശത്തായാലും സ്വദേശത്തായാലും കഴിഞ്ഞ 4 ദിവസം മുമ്പ് വരെ തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം 45 വർഷമായി. ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. ശ്രീ എം ജി ശ്രീകുമാർ, ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച്, അതായത് നമ്മൾ 3 തരത്തിലാണല്ലോ കാണുക. ഒന്ന്, കല നമ്മൾ ആസ്വദിക്കും, കാണും. പിന്നെ കലാകാരനെ, അത് ആ കല സൃഷ്ടിക്കുന്ന കലാകാരനെ നമ്മൾ കാണും, ഇഷ്ടപ്പെടും. പിന്നെ കലാകാരന് പിന്നിലുള്ള മനുഷ്യനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കും. അപ്പോൾ മലയാളിയെ സംബന്ധിച്ച് ഇത് 3ഉം പരിശുദ്ധമായിരിക്കണം. അതായത് എന്താണോ കലാകാരൻ്റെ കല, അതുപോലെ ശുദ്ധമായിരിക്കണം കലാകാരൻ, അതുപോലെ തന്നെ നല്ലവനായിരിക്കണം മനുഷ്യനും. അപ്പോൾ ഇതിനോട്, ഈ കോൺസെപ്റ്റിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? നമ്മൾ കലയെ കണ്ടാൽ പോലെ, കലാകാരനെ കണ്ടാൽ പോലെ, അതിന് പിന്നിലെ മനുഷ്യനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ശ്രീ എം ജി ശ്രീകുമാർ എങ്ങനെ കാണും അതിനെ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഓരോ മൺതരികളും തന്നിരിക്കുന്നത് എല്ലാ മതസ്ഥരോടെ ചേർന്നാണ്. കാരണം എല്ലാവരുടെയും പാട്ടുകൾ പാടിയിട്ടാണ് എനിക്ക് ഇന്ന് ഈ നിലയിൽ നിൽക്കാൻ സാധിക്കുന്നത്. കാരണം കുറേ ഇപ്പം തന്നെ ഈ പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയിൽ പോലും പാടാൻ സാധിച്ചത് ഞാൻ എൻ്റെ അർപ്പണ മനോഭാവവും ആത്മവിശ്വാസവും ഡെഡിക്കേഷൻ ടു ദ മ്യൂസിക്, കാരണം സംഗീതത്തോടുള്ള അർപ്പണ മനോഭാവം കൊണ്ടാണ്. കാരണം ഞാനിപ്പം ഈ ഇതുപോലത്തെ ലഹരി പദാർത്ഥങ്ങൾ അടിച്ചുകൊണ്ട് ഞാൻ പാടുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, ആൾക്കാർക്ക് മനസ്സിലാവും. അത് നമ്മൾ ഇത്രയും വർഷം കെട്ടിപ്പടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആരാധിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതൊരു വെറുപ്പായിട്ട് മാറും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ശ്രീ എം ജി ശ്രീകുമാർ, ഇപ്പോൾ ഈ വേടന്റെ കേസിൽ പ്രത്യേകിച്ച് താങ്കൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് ഒറ്റ കാര്യം അറിയാനുള്ളത്, വേടനെ ഇപ്പോൾ ഈ കാര്യത്തിൽ പിടിച്ചപ്പോൾ ഈ വേടന്റെ സംഗീതത്തെയും വേടന്റെ സ്റ്റേജിലുള്ള പെർഫോമൻസിനെയും ഒക്കെ ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ വെളിച്ചത്തിലാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം 2-3 കാര്യങ്ങൾ പറയാം. എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല.
പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വയം നന്നാകുക എന്നുള്ളതല്ലാതെ ഏഹ്, നമുക്കാരെയും നന്നാക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ്. കാരണം ഞാനും ദാസേട്ടനുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് 4 മണിക്ക് എണീറ്റിരുന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ. അപ്പോൾ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല. ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിഞ്ഞൂടാ. അതാണ് എൻ്റെ സത്യം. ശരി, ശ്രീ എം ജി ശ്രീകുമാർ, പൊതുവെ കലാകാരന്മാർക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ. ഇപ്പോൾ താങ്കൾക്ക് അറിയാമല്ലോ, 45 കൊല്ലമായി ഇപ്പോൾ എം ജി എന്ന് പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് ഹൃദയത്തിനകത്തുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു പ്രിവിലേജ് ഇപ്പോൾ അകത്താണെങ്കിലും നാടിനകത്താണെങ്കിലും നാടിന് പുറത്താണെങ്കിലും കലാകാരന്മാർക്ക് കിട്ടും. അങ്ങനെ ഒരു പ്രിവിലേജ് ആണ് ഈ കലാകാരന്മാർ എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം ഇപ്പോൾ ഈ സിനിമയിലെ പരിശോധനകൾ വേണമോ വേണ്ടയോ എന്നുള്ള തർക്കം നടക്കുന്നുണ്ട്. ഇതേപോലെയുള്ള എന്റർടൈൻമെന്റ് ഷോകളിൽ ഈ ലഹരി പരിശോധന ആവശ്യമാണോ എന്നൊരു സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതിലെവിടെയാണ് താങ്കൾ നിൽക്കുന്നത്? അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഇപ്പൊ എഴുത്തായാലും നമ്മുടെ ഡയറക്ഷൻ ആയാലും നമ്മുടെ പാട്ടായാലും നമ്മുടെ സിനിമ എന്ന് പറയുന്ന ആ, എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു സൃഷ്ടിയാണ് സിനിമ. അതിനകത്ത് ലഹരിയുടെ സംഭവങ്ങൾ വരരുത്. കാരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഈ മദ്യം ഒരു സൈഡിൽ കൂടെ പണ്ടൊക്കെ നമുക്കറിയാമല്ലോ. പണ്ടത്തെ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതേട്ടനായാലും ഇപ്പൊ അങ്ങനെ അത് ഒരുപാട് ആൾക്കാരുണ്ട്. പേര് ഞാൻ പറയുന്നില്ല ആരെയും. ഗിരീഷ് പുത്തഞ്ചേരി ആയാലും അതിനൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു. അത് മദ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ മാരകമായ ഇതായിട്ടുള്ള MDMA അതുപോലത്തെ കൊക്കൈൻ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതുപോലത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആയുസ്സും കുറയും. ഈ താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണെന്നാണ് ഞാൻ കേട്ടും വായിച്ചും മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം അതൊക്കെ എന്തായാലും ഒരു സിനിമയെന്ന് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തേണ്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ സ്വയം ഒരാൾ തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ നമ്മളിപ്പോൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർ അല്ല, അത് ശരിയാണ്. അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു ലോ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായിട്ട് ഇതിൽ പരിശോധനകൾ വേണമോ എന്നുള്ളതായിരുന്നു. അതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ. അതൊന്നും ഞാൻ പറയാൻ ഒരാളല്ലല്ലോ. ശരി, ശരി, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ശരി. വളരെയധികം നന്ദി ശ്രീ എം ജി ശ്രീകുമാർ, താങ്കൾ പ്രതികരിച്ചതിനും താങ്കളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിനും. ഞാൻ